ഇനി ഒരു അപകട വാർത്ത വരുന്നത് തിരുവനന്തപുരത്ത് നിന്നാണ്. നെയ്യാർ ഡാം കള്ളിക്കാടിൽ KSRTC ബസ്സുകൾ കൂട്ടിയിടിച്ച് അപകടമുണ്ടായി. 15ഓളം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. നെയ്യാർ ഡാമിലേക്ക് വന്ന ഒരു ഫാസ്റ്റ് പാസഞ്ചറും അമ്പൂരിയിൽ നിന്ന് നെയ്യാർ ഡാം വഴി കാട്ടാക്കടയിലേക്ക് പോയ ബസ്സുമാണ് ഇടിച്ചത്. ഈ ആക്സിഡന്റ് നടക്കാനുള്ള പ്രധാന കാരണം ഈ 10 വർഷത്തിന് മുമ്പേ തന്നെ ഈ റോഡ് അത്ര ഇടിഞ്ഞ് താഴ്ന്നതാണ്. ഇതുവരെ അധികാരികൾ ആരും തന്നെ തിരിഞ്ഞു നോക്കുന്നു. ഇത് പല പ്രാവശ്യം ആളുകൾ ഉപദ്രവം നടത്തി എല്ലാം ചെയ്തു. ഒരു കാരണം വെച്ചാൽ ഇനിയിപ്പോൾ ഈ 2 ആക്സിഡന്റുകൾ നടന്നാലും ഇത് തിരിഞ്ഞു നോക്കണ പരിപാടിയില്ല. അനേകം ആക്സിഡന്റ് ആയി ഇവിടെ. നിങ്ങൾക്ക് കാണാൻ തൊട്ടപ്പുറത്ത് ഒരു ആട്ട ഒതുക്കിയിട്ടുണ്ട്. ആ ആട്ട ഇവിടെ വെച്ച് ആക്സിഡന്റ് ആയതാണ്. നിരന്തരം ഇവിടെ അപകടങ്ങളാണ്, എന്നും അപകടങ്ങളാണ്. ഹാൻസിനോടുണ്ട് തിരുവനന്തപുരത്ത് വിവരങ്ങളുമായിട്ട്. ഹാൻസ്, ഇപ്പം നാട്ടുകാരുടെ ഒക്കെ പ്രതികരണം കേൾക്കുമ്പോൾ ഇത് സ്ഥിരമായിട്ടുണ്ടാകുന്ന ഒരു അപകട മേഖലയാണെന്ന് മനസ്സിലാകുന്നു. ഇപ്പോൾ ഈ അപകടം എങ്ങനെയാണ് ഉണ്ടായത്, എപ്പോഴായിരുന്നു? 10-15ഓളം പേർക്ക് പരിക്കേറ്റു എന്നറിയുന്നു. ഇവരുടെയൊക്കെ ആരോഗ്യനില എങ്ങനെയാണ്? ആരുടെയെങ്കിലും അവസ്ഥ ഗുരുതരമാണോ? എന്താണ് വിവരങ്ങൾ? സേതു, അല്പസമയം മുമ്പാണ് ഇത്തരത്തിൽ തിരുവനന്തപുരം നെയ്യാർ ഡാമിന് സമീപമുള്ള കള്ളിക്കടവ് എന്ന സ്ഥലത്ത് വെച്ച് ഇത്തരത്തിലൊരു അപകടം ഉണ്ടായത്. ഈ 2 ബസ്, തിരുവനന്തപുരത്ത് നിന്ന് വന്ന ഓർഡിനറി ബസ്സും, തിരുവനന്തപുരം നെയ്യാർ ഡാമിലേക്ക് വന്ന ഫാസ്റ്റ് പാസഞ്ചർ ബസ്സും അതിനോടൊപ്പം തന്നെ നെയ്യാർ ഡാമിൽ നിന്ന് കാട്ടാക്കടയിലേക്ക് പോയ ഓർഡിനറി ബസ്സും തമ്മിലാണ് കൂട്ടിയിടിച്ചത്. ഈ ബസ്സിൽ നിരവധി യാത്രക്കാരുണ്ടായിരുന്നു. പക്ഷേ ഭാഗ്യവശാൽ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് തിരക്ക് ഇത്തിരി കുറവുണ്ടായിരുന്നു. പക്ഷേ എന്നിരുന്നാലും 15ഓളം പേർക്ക് ഈ അപകടത്തിൽ പരിക്കേറ്റിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിൽ പ്രധാനമായും അല്പസമയം മുമ്പ് ഈ ഓർഡിനറി ബസ്സിൻ്റെ കണ്ടക്ടറായിട്ടുള്ള അജേഷ് ഈ സ്റ്റിയറിങ്ങിന് സമീപം കുടുങ്ങിപ്പെട്ടിരുന്നു. അദ്ദേഹത്തെ പിന്നീട് ഫയർഫോഴ്സ് എത്തിയാണ് പുറത്തെത്തിച്ചത്. നിലവിൽ അദ്ദേഹത്തെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട്. നിലവിൽ ആശുപത്രിയിലുള്ള ആരുടെയും പരിക്ക് ഗുരുതരമല്ല എന്ന വിവരമാണ് ലഭിക്കുന്നത്. അതിനോടൊപ്പം തന്നെ ഈ നാട്ടുകാർ ഉന്നയിക്കുന്ന ആരോപണം സ്ഥിരമായി ഇവിടെ അപകടങ്ങൾ നടക്കാറുണ്ട് എന്നാണ്. ഇതൊരു വളവാണ്. അതുകൊണ്ട് തന്നെ അശാസ്ത്രീയമായ റോഡ് നിർമ്മാണം മൂലം ഇത്തരത്തിൽ നിരന്തരമായി അപകടങ്ങൾ ഉണ്ടാകുന്നുണ്ട് എന്നും പരാതി നൽകിയിട്ടും നടപടിയൊന്നും സ്വീകരിക്കുന്നില്ല എന്നുമാണ് നാട്ടുകാർ ആരോപിക്കുന്നത്. എന്തായാലും നിലവിൽ ഈ അപകടത്തിൽ പരിക്കേറ്റവരുടെ പരിക്ക് ഗുരുതരമല്ല എന്ന വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. സേതു.